3/4 കൈയുടെ ഒരു ഫ്രോക്ക് നൈറ്റിയാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ നെക്ക് ഭാഗം തൊട്ട് നമുക്ക് കാണാം കേട്ടോ. അതിൻ്റെ നെക്കാണ് ഇപ്പോൾ അടിക്കുന്നത്. നമ്മൾ സ്ക്വയർ നെക്കാണ് അടിക്കുന്നത്. ഇത് നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ ആ കസ്റ്റമറിന് വേണ്ടി ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമ്മളിതിൻ്റെ കട്ടിങ് വീഡിയോ ഇടാം. നമ്മളതിനെ 4 വശങ്ങളും ഇങ്ങനെ മടക്കി ഒന്നടിക്കണം. അവരാവശ്യപ്പെട്ടേക്കുന്നത് നമുക്ക് ഇതിൻ്റെ ചുറ്റിനടുത്ത് ഫ്രില്ല് വേണമെന്നാണ് കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പം നമുക്കതിനൊരു ഫ്രില്ലും കൂടെ വെച്ച് കൊടുക്കണം. കസ്റ്റമർക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എത്ര നീളത്തിൽ നമ്മൾ തുണി വെട്ടി അങ്ങ് എടുക്കുവാണേ. ഞാൻ എൻ്റെ തീരെ ഭാഗം ഒന്ന് ലെവൽ ചെയ്തോട്ടെ. അപ്പോൾ നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടിയിട്ടുള്ള പടിയാണ് നമ്മളിപ്പോൾ വെട്ടിയെടുക്കുന്നത്. നമ്മൾ നിവർത്തിയിട്ട് നല്ല ലെവലായിട്ട് നമ്മളതിൻ്റെ ഫ്രില്ല് വെക്കാനുള്ള പടി വെട്ടുക. ഓക്കെ. ഇനി ഇത് ശേഷം നമ്മൾ ഈ 2 പടികളും തമ്മിൽ നമ്മളിതിനെ കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തേര് ഭാഗത്തോട്ടായിരിക്കണം നമ്മൾ അതിൻ്റെ ഫ്രില്ല് കിടക്കേണ്ടത്. ആകുമ്പോൾ നമുക്ക് ആ തേര് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട. മനസ്സിലായല്ലോ? ഒന്ന് പതിച്ചടിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഫ്രില്ലിട്ട് തുടങ്ങാം. ഗോ. അപ്പം നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് നമ്മൾ ഇതിന് ഒരു ഫ്രില്ലുണ്ടാക്കുക. അപ്പം ഈ ഫ്രില്ല് ഇഷ്ടമുള്ളവർക്ക് മതി. ചിലർക്ക് ഫ്രില്ല് ഇഷ്ടമാണ്, ചിലർക്ക് ഫ്രില്ല് ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് കസ്റ്റമർക്ക് ഫ്രില്ല് വേണമെന്നാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ അതിന് ഫ്രില്ലിട്ട് കൊടുക്കുക. ഫ്രില്ലിനിങ്ങനെ ഒത്തിരി അകലം കൂടി അകലം കുറഞ്ഞ് അങ്ങനെയല്ല. നമുക്കൊരു മാക്സിമം ഒരുപാട് അകലമാകരുത്, ഒരുപാട് തീരെ അടുത്ത് കുരുകുരാന്നും വേണ്ട. അങ്ങനത്തെ ഒരു ഫ്രില്ല്. ഫ്രില്ലിട്ട ശേഷം നമുക്ക് ഇത് നെക്കിനകത്ത് നമുക്ക് പിടിപ്പിക്കണം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. ഫ്രില്ല് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഞാൻ ഫ്രില്ല് നമുക്ക് നെക്കിൽ പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ പീസിൻ്റെ ബോഡി പാർട്ട് എടുക്കുക. ഈ ബോഡി പാർട്ടിൽ 2 ബോഡി പാർട്ടിലും ഞാൻ ബാക്ക് കഴുത്ത് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ഫ്രണ്ട് പാർട്ടാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് കറക്റ്റ് നെക്കിൻ്റെ വെക്കാനുള്ള 2 സൈഡ് ബാക്ക് വെട്ടുന്നതോടുകൂടി നമുക്ക് കിട്ടും. എന്നിട്ട് ഇങ്ങനെ 4 ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മളിതിനെ അടിക്കുക. ആ സ്ക്വയർ വരുന്ന ഭാഗമാകുമ്പോൾ കുത്തി നിർത്തിയിട്ട് നമ്മളത് തിരിക്കണം. ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. പിന്നെ ഒട്ടും തയ്ക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻ്റ് ഇടുകയും ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും തരണം. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ 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 കട്ടിട്ട് കൊടുക്കുക. കട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് തിരിച്ചിപ്പുറത്തോട്ട് മറിക്കാൻ വേണ്ടി നമുക്ക് ഈസി ആയിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഭംഗി കൂട്ടാൻ ഇതിനകത്ത് ഈ ക്രീം കളറിലെ തുണിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമേ. പക്ഷേ എൻ്റെ കസ്റ്റമർക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട, അവർക്ക് സെയിം തന്നെ മതി. അതുകൊണ്ട് നമുക്ക് സെയിം തന്നെ തുണിയിൽ അടിച്ചു കൊടുക്കാം. അപ്പം നൂല് കുത്തി നിർത്തുക. അപ്പം സോറി കേട്ടോ, എനിക്ക് നൂലില്ലായിരുന്നു, ഞാനൊന്ന് നൂലിട്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ നെക്ക് ഇങ്ങനെ സ്ക്വയർ നെക്ക് നമുക്ക് തയ്ച്ചു കൊടുക്കാം. നല്ല വൃത്തിയായിട്ട് നമുക്ക്
സ്ക്വയറിനൊക്കെ നൂലൊരെണ്ണം കുത്തി നിർത്തി. പിന്നെ ഇത് ഇങ്ങനെ ഇപ്പുറത്തോട്ട് മറിച്ച് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തയ്ക്കാം. ഇനി നമുക്കിതിനകത്ത് ഫ്രില്ല് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രില്ല് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്കിതിനെ ഒന്ന് പിൻ ചെയ്യാം. ഇതിൻ്റെ സൂചിക്കൊരു മൊന വലുത്. ഒയ്യോ, ഇവിടെ പൂച്ചയെല്ലാം കൂടെ കടിപിടി കൂടുന്നുണ്ട്. ഞാനിവിടെ നിന്ന് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇപ്പുറത്തെ പൂച്ചകളെല്ലാം ഭയങ്കര കടിപിടി കൂട്ടും. നമുക്ക് ആദ്യം ഈ ഫ്രില്ലെല്ലാം ഇങ്ങനെ ഒന്ന് വെച്ച് അടയാളപ്പെടുത്തി നോക്കാം. നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടോ? ഓക്കെ, കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഫ്രില്ല് ഇതിനകത്തോട്ട് വെച്ച് പിടിപ്പിക്കും. അപ്പം നിങ്ങൾ നോക്കിക്കോണം ഞാൻ എങ്ങനെയാണ് ഇത് ഫ്രില്ല് വെക്കുന്നതെന്ന്. അപ്പം ഇതൊക്കെ നമ്മുടെ തയ്യൽ ഒട്ടും അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. വലിയ വലിയ തയ്യൽ അറിയാവുന്ന ആരും ഇത് നോക്കണ്ട കേട്ടോ. നിങ്ങളൊക്കെ ഇതിലും നല്ല ഭംഗിയായിട്ട് തയ്ക്കുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചെറിയതായിട്ട് തയ്ക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ്. അവർക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ കട്ടിങ് വീഡിയോ ഒക്കെ കാണുമെങ്കിൽ സിമ്പിൾ കട്ടിങ് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും. നമ്മളതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അടിക്കുക. അടിച്ച് നമ്മളതിൻ്റെ മൂലഭാഗം വരുമ്പോൾ കാണിച്ചു തരാം. മൂലഭാഗം വന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ കുത്തി നിർത്തി ഇതിനെ നമ്മളിങ്ങനെ അങ്ങോട്ട് തിരിച്ച് ഇതിൻ്റെ തുമ്പ് കയറ്റി ഇങ്ങനെ അകത്തോട്ട് വെക്കും. ഇതൊക്കെ ഒരു സിമ്പിളായ മെത്തേഡാണ് കേട്ടോ. സിമ്പിളായത് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നമ്മളിതിനെ ഇങ്ങനെ വലിച്ച് ഇതിൻ്റെ വീണ്ടും ഈ മൂല വരുമ്പോൾ നമ്മൾ കുത്തി നിർത്തി. നമ്മളിതിനെ തിരിച്ച് വെക്കുക. അയ്യോ ഗൈസ്, ഇച്ചിരി നീളക്കുറവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യും? നമ്മളതിനെ കുറച്ചും കൂടെ ഫ്രില്ലിട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഏകദേശം ഇവിടം വരെ നമ്മൾ തയ്ക്കട്ടെ. എന്നിട്ട് നമുക്കതിനെ കുറച്ച് ഫ്രില്ലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അന്നേരം കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഞാൻ ഇവിടം വരെ അങ്ങ് തയ്ച്ചങ്ങ് നിർത്തി. എന്നിട്ട് നമുക്കൊരു ശകലം ഫ്രിൽസിൻ്റെ കുറവുണ്ട്. ഒരു ശകലം നമുക്ക് ആ ഫ്രില്ലും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ശകലം ഫ്രില്ല് ഞാനൊന്ന് വെട്ടിയെടുത്തോട്ടെ. ഒരു ഇച്ചിരിയുടെ കുറവേ നമുക്ക് വന്നിട്ടുള്ളൂ, അധികമൊന്നും വന്നിട്ടില്ല. ഞാൻ ഒരു ശകലം കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്കിപ്പം വേറെ പീസ് വെക്കേണ്ട വരത്തില്ല. ഇങ്ങനെ അത് സാരമില്ല. നമ്മളതിനെ അന്നേരം ഇതിൻ്റെ തുമ്പിലോട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇതിൻ്റെ തേര് ഭാഗം എവിടെയാണെന്ന് നോക്കുക. താഴോട്ട് തന്നെ വരണം തേര് ഭാഗം കേട്ടോ. അതിനകത്ത് ഇതുമായിട്ടിങ്ങനെ കൂട്ടി അങ്ങ് ജോയിൻ ചെയ്യുക. അതിന് ശേഷം ഒന്ന് പതിച്ചടിക്കുക. പതിച്ചടിച്ചില്ലെങ്കിൽ നമുക്കൊരു ഭംഗിയുണ്ടാകത്തില്ല. അതിന് ശേഷം അതിനെ നമ്മൾ വീണ്ടും ഫ്രില്ലിട്ട് കൊടുക്കുക. ചെറിയ ഫ്രില്ല് അപ്പം നമ്മൾ തിരയാത്ത ഭാഗത്തേക്കുള്ള ഫ്രില്ലും കൂടെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം കണ്ടോണം, അത് നമ്മൾ വെച്ച് ഇതിനകത്ത് വെച്ച് ചിലത് തികഞ്ഞില്ലയിലൊക്കെ ഈ അറിയാൻ വയ്യാത്തവർക്ക് ഭയങ്കര കൺഫ്യൂഷനായി ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ കണ്ടോ. അപ്പോൾ നമ്മളതിനെ തയ്ച്ച് റെഡിയാക്കി ബാക്കി ബാലൻസ് അങ്ങ് നമ്മൾ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ പിന്നങ്ങൂരി മാറ്റി. ഓക്കെ അല്ലേ? കണ്ടല്ലോ, നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രില്ല് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഫ്രില്ല് വെച്ചത്? എളുപ്പം ഒന്ന്
തയ്യലൊന്നും അറിയാൻ വയ്യാത്ത എല്ലാ കൂട്ടുകാർക്കും ഇതുപോലെ ഫ്രില്ല് വെച്ച് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ താഴെ ഫ്രില്ല് വെക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ നെക്കിന് ഫ്രില്ല് വെക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിച്ചത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും കഴിഞ്ഞ പ്രാവശ്യം താഴെ ഫ്രില്ല് വെക്കുന്നത് ഞാൻ കാണിച്ചു തന്നാണല്ലോ. ഇനിയും കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതിയേ. ഇനി നമുക്ക് ഇത് കൈ തയ്ച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് ലാസ്റ്റ് കാണാവേ. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമുക്ക് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നമ്മൾ 2 ബട്ടൺസും കൂടെ അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചുമ്മാ ഒരു ഷൂയ്ക്ക് വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്.